ഒരു വർഷം നീണ്ട കർഷക പ്രക്ഷോഭം നടന്നപ്പോഴോ NRC വിരുദ്ധ പ്രക്ഷോഭം നടന്ന ഘട്ടത്തിലോ ഗുസ്തി താരങ്ങളുടെ സമരങ്ങൾ നടന്ന സമയത്തോ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ, അതേക്കുറിച്ച് പ്രതികരിക്കാൻ നരേന്ദ്രമോദി ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഒരു വർഷം നീണ്ടുനിന്ന കർഷക സമരത്തിനൊടുവിലാണ് നരേന്ദ്രമോദി 3 നിയമങ്ങളും പിൻവലിക്കുന്നത്. പ്രക്ഷോഭഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും അതേക്കുറിച്ച് സംസാരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. തൻ്റെ സിംഹാസനത്തിന് ഇളക്കം സംഭവിക്കും എന്ന ഉറപ്പ് ലഭിച്ചപ്പോഴാണ് ചോദ്യപേപ്പർ ചോർന്നതിനെപ്പറ്റി സെൽഫി വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത്. പിറ്റേ ദിവസവും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം രംഗത്ത് വരുന്നു. ഭയാനകമായ രാഷ്ട്രീയ സാഹചര്യമാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന തിരിച്ചറിവിൻ്റെ പേരിലാണ് നരേന്ദ്രമോദി ഇങ്ങനെ പെരുമാറുന്നത്. ഒരു ഘട്ടത്തിലും തൻ്റെ വൾണറബിലിറ്റി പ്രകടിപ്പിക്കാത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപകടം മനസ്സിലാക്കിയിരിക്കുന്നു. പാർലമെന്റിലെ മൺസൂൺ സെഷനിൽ ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പല അജണ്ടകളും നടപ്പാക്കാൻ കാത്തിരിക്കുന്ന മോദിയെ ഇപ്പോൾ പിടിച്ചുലച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നില്ലെങ്കിൽ അടുത്തതായി ഞങ്ങൾ പ്രക്ഷോഭത്തിൽ ആവശ്യപ്പെടാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജിയാണ്. ഇക്കാര്യം അവർ തുറന്നു പറയുകയുണ്ടായി. ചന്ദ്രബാബു നായിഡുവിൻ്റെ പിന്തുണയുണ്ട്, നിതീഷ് കുമാറിൻ്റെ പിന്തുണയുമുണ്ട്. 2 പിന്തുണയും ഒരുപക്ഷെ ഇളകിയേക്കാം. അവർക്ക് അവരുടെ സംസ്ഥാനങ്ങളിലെ വോട്ട് ബാങ്ക് പ്രധാനമാണ്. സഖ്യകക്ഷികളുടെ നിലപാട് വളരെ പ്രധാനമാണ്. കർഷക പ്രക്ഷോഭ സമയങ്ങളിലും സ്വന്തമായ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ആരുമായി ആലോചിക്കേണ്ട അവസ്ഥ നരേന്ദ്രമോദിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വ്യത്യസ്തമാണ് സാഹചര്യം. നരേന്ദ്രമോദിയുടെ സിംഹാസനത്തെ വിറപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിരിക്കുന്നു. വിയോജിക്കുന്നവരെയും സമരം ചെയ്യുന്നവരെയും തീവ്രവാദികളായി, കുറ്റക്കാരായി, ക്രിമിനലുകളായി ചിത്രീകരിക്കുന്ന നടപടിക്ക് അന്ത്യം കുറിച്ചിരിക്കുന്നു. അരുന്ധതി റോയ് പറഞ്ഞതുപോലെ ഒരാഴ്ച മുമ്പ് പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നവർക്ക് FIR-ഉം ജയിലുമായിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ മീമുകൾ ഉണ്ടാക്കി ഇൻസ്റ്റയിൽ സ്റ്റോറികൾ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയെ നിരന്തരമായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. സർഗാത്മകമായ പലതും പ്രധാനമന്ത്രിക്കെതിരെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടുമെന്ന ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഇപ്പോൾ മുട്ടുമടക്കിയത്. ഇത് അനിതര സാധാരണമായ സംഭവമാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ഇത് പരാജയം സമ്മതിക്കലാണ്. ഫാഷിസ്റ്റ് ഭരണകൂടം ഒരിക്കലും ചെയ്യാത്ത കാര്യമാണിത്. നരേന്ദ്രമോദി തൻ്റെ അജയ്യത എന്ന ഒരു ഇമേജിലാണ് ജീവിച്ചതെങ്കിൽ ഇപ്പോൾ താൻ അജയ്യനല്ല, താൻ അശക്തനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഏകാധിപത്യത്തിലേക്ക്, ഓട്ടോക്രസിയിലേക്ക് എത്രയും പെട്ടെന്ന് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രക്ഷോഭത്തിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചത്. മോദിയുടെ ഏകാധിപത്യ ഭരണത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ രാജി. ആരുണ്ട് ഈ അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടുപോകുന്ന മോദിയുടെ തേരോട്ടത്തിന് കടിഞ്ഞാണിടുന്നതായിരിക്കും ഈ പ്രക്ഷോഭം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.